ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ദോശ തയ്യാറാക്കിയ ഒരു വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ദോശയ്ക്ക് നല്ലൊരു രുചിയാണ്. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ എങ്ങനെ നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണെങ്കിലും വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ പൊടിപ്പിച്ചതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശയുടെ പരുവത്തിൽ ആയി കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കണക്കൊക്കെ ചില ഗോതമ്പ് പൊടിക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതൊക്കെ നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചായിരിക്കും വെള്ളം ചേർത്ത് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ദോശമാവിൻ്റെയൊക്കെ രീതി എല്ലാവർക്കും അറിയുന്നതല്ലേ, അപ്പോൾ ആ രീതിയിൽ ഇത് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ദോശമാവിൻ്റെ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടതാ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് നമ്മുടെ ദോശക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക, അതായത് നല്ല ജീരകം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സവാളയൊക്കെ കൂടുതൽ വേണമെങ്കിൽ മീഡിയം സൈസിലുള്ള സവാളയ്ക്ക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്, അത്യാവശ്യം എരിയുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ സവാള നല്ലപോലെ വാടി കിട്ടുന്നത് വരെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിങ്ങനെ വഴറ്റിയെടുക്കാം. നമ്മളിത് വഴറ്റിയെടുക്കുന്ന നേരത്ത് ഇത് നല്ലപോലെ ബ്രൗൺ കളറായി എടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട്, ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഈ ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് നോക്കുക കേട്ടോ, ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. ഇനി നല്ല ചൂടായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളിനി പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അപ്പോഴാണ് ദോശ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ സൈഡ് വശമൊക്കെ മൊരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ടും ഇതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കണം, അപ്പോഴാണ് ഈ ഒരു ദോശ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതാ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലപോലെ ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ദോശ ചുട്ടെടുക്കാനായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാന് നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ദോശ പരത്തിയെടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ.
ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലൂടെ. അപ്പോൾ സൈഡൊക്കെ നല്ലപോലെ മൊരിഞ്ഞു വന്നപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതവിടെ ഈ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ മുഴുവനായിട്ടും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഗോതമ്പ് ദോശയൊക്കെ കഴിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്നും ഒരേ രീതിയിൽ കഴിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു ദോശ നമുക്ക് ഏത് ടൈമിലും വേണമെങ്കിലും കഴിക്കാം. രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. രാത്രിയൊക്കെ അരിഭക്ഷണം കഴിക്കാതെ ഗോതമ്പ് ദോശയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഗോതമ്പ് ദോശൻ്റെ റെസിപ്പി തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.